അവസാനം കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ. ഈ ഫോർമുല BJPയുടെ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് മറ്റു ചില സംസ്ഥാനങ്ങളിലും BJP വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗുജറാത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി RSS BJP വലിയ ബന്ധമൊന്നും മുമ്പ് ഇല്ലാതിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അതേപോലെ മധ്യപ്രദേശിലും മുഖ്യമന്ത്രിയാക്കിയത് ഇതേപോലെ ബിസിനസ് പശ്ചാത്തലമുള്ള ഒരാളെയാണ്. അപ്പോൾ ബിസിനസ്സുകാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രീതി BJP സ്വീകരിച്ചു വരുന്നു. ആ ഒരു കാര്യത്തിലാണ് കേരളത്തിലും രാജീവ് ചന്ദ്രശേഖരെ BJP അധ്യക്ഷനാക്കിയതിൻ്റെ വലിയ ചിന്ത എന്നാണ്. ഇത് നരേന്ദ്രമോദി അമിത്ഷായുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, പൊതുജന സമ്മതിയുള്ള വിശ്വാസ്യതയുള്ള നേതാക്കളൊന്നും BJPക്ക് സംസ്ഥാനത്തില്ല എന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിൽ, പഞ്ചായത്തായാലും അത് കഴിഞ്ഞുള്ള വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിലും NDA മുന്നണിക്ക് ഉയർത്തിക്കാട്ടാനൊരു മുഖം ഇല്ലാത്തത് BJP വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു നേതാക്കളെയും പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അത് ഗ്രൂപ്പ് കളി, BJPയിലെ ഫാക്ഷണലിസം, ഗ്രൂപ്പ് രാഷ്ട്രീയം, ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, കെ സുരേന്ദ്രൻ എന്നിങ്ങനെ പരസ്പരം കണ്ടാൽ മിണ്ടാൻ പറ്റാത്ത തരത്തിലേക്ക് ഗ്രൂപ്പ് കളി, ഗ്രൂപ്പിസം ഗ്രസിച്ച ഒരു പാർട്ടിയാണ് കേരളത്തിലെ BJP എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വീകാര്യത, അണികളുണ്ടെങ്കിലും പാർട്ടി വളർന്നെങ്കിലും ഏതാണ്ട് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ടുകൾ നോക്കിയാൽ ഏതാണ്ട് 19% വോട്ട് ഷെയർ BJPക്ക് NDA മുന്നണിക്കുണ്ട് കേരളത്തിൽ. അതൊരു ചെറിയ സംഖ്യയല്ല. BJP മുൻ തെരഞ്ഞെടുപ്പിൽ 14-15% അത് 19% BJPയുടെ വോട്ട് ഷെയർ വളർന്നിരിക്കുന്നു. വോട്ടിൻ്റെ അടിത്തറ വളർന്നിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. പക്ഷേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു നേതാവില്ലാത്തതാണ് BJP അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കുമ്പോൾ, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്ത് IT മേഖലയിൽ ജോലി തുടങ്ങി അങ്ങനെ പ്രൊഫഷണലിസം കൈമുതലായിട്ടുള്ള ഒരു ആളെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ BJP മുന്നിൽ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നത് തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. നാട്ടിലെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇടത്തരക്കാരെ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ, വിദ്യാഭ്യാസം ചെയ്ത സമൂഹത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുക, നേട്ടമുണ്ടാക്കാൻ വേണ്ടി. ഇപ്പം ശശി തരൂർ 3 തവണയായിട്ട് തിരുവനന്തപുരത്ത് ജയിച്ചു വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയിട്ട് അതേപോലെ ഒരു രാഷ്ട്രീയം കളിക്കാൻ BJP തയ്യാറെടുക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ അണികളെ നിർത്തിയിട്ടൊരു പരീക്ഷണമാണ് സത്യം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരെ വെച്ചിട്ട് BJP ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അദ്ദേഹം കർണാടകയിലാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. നമുക്കറിയാം, ശതകോടീശ്വരനാണ്, ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ട്. അമേരിക്കയിലെ ഇന്ത്യയിലെ ജോലിയും കളഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അവിടെ നല്ല IT ജോലിയിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. ഇവിടെ വന്നിട്ട് അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ BPL ഇലക്ട്രോണിക്സിൻ്റെ ഉടമ TPG നമ്പ്യാരുടെ മകളെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിലെ അന്നത്തെ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തെ മുടിചൂടാമന്നനായ BPL ഗ്രൂപ്പിൻ്റെ ഉടമയുടെ മകളെ വിവാഹം ചെയ്തതോടുകൂടി ഒരു വലിയ ബിസിനസ് കുടുംബത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. പക്ഷേ വളരെ തന്ത്രശാലിയായ ഒരു ബിസിനസ്സുമാനായിട്ട് അദ്ദേഹം മാറുന്നു. അതിന് ബന്ധവും സ്വന്തക്കാരും ഒന്നും ഇല്ല. ബിസിനസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന കീഴടക്കലിൻ്റെയും പിടിച്ചുവാങ്ങലിൻ്റെയും പിന്നെ എന്താ പറയുക, ഈ മറ്റ് മര്യാദകളൊന്നും ഇല്ലാത്തതുമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അവിടെ ശത്രു മിത്രം ഒന്നും അല്ല വിഷയം. ആരും ശത്രുവാകാം, ആരും മിത്രമാകാം, ആരെ കീഴടക്കണം, ആരുടെ സ്ഥാപനത്തെ വിഴുങ്ങണം എന്നൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് അദ്ദേഹം ഈ മാതൃസ്ഥാപനത്തെ, അതായത് TPG നമ്പ്യാർ സ്ഥാപിച്ച് ഒരു 4000 പ്രതിവർഷം 4000 കോടി രൂപയുടെ വിറ്റുവരവ് മൂല്യമുള്ള അക്കാലത്ത് ജപ്പാനോട് മത്സരിച്ച്, ജപ്പാനിലെ സോണിയോടും മറ്റുള്ളവരോടും മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും TV-കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. BPL TV-കൾ TPG നമ്പ്യാരുടെ കമ്പനികൾ ഉണ്ടാക്കുന്നത്. അപ്പം മകളും മരുമകൻ അദ്ദേഹം ചെയ്തത്
മദർ കമ്പനിയുടെ കീഴിൽ BPL ഇലക്ട്രോണിക്സിന്റെ കീഴിൽ രാജീവ് ചന്ദ്രശേഖർ BPL ടെലികോം എന്ന് പറയുന്ന ഉപകമ്പനി ഉണ്ടാക്കി. ഉപകമ്പനി ഉണ്ടാക്കിയിട്ട് അതിനെ വളർത്തിയിട്ട് പതുക്കെ മറ്റതിനെ തളർത്തി, മാതൃകമ്പനിയെ തളർത്തിയിട്ട് BPL ടെലികോമിനെ പുള്ളി വലുതാക്കി. ക്രമേണ മൃതപ്രായ അവസ്ഥയിലേക്ക് BPL ഇലക്ട്രോണിക്സ് TP നമ്പ്യാരുടെ പോകുന്നു. അദ്ദേഹം ദുഃഖിതനായിട്ട് അവസാനം കേസ് പറഞ്ഞ് കോടതി കയറിയാണ് അദ്ദേഹം മരിക്കുന്നത്, സ്വന്തം മരുമകനെതിരെ. അതൊരു യാഥാർത്ഥ്യം. ബിസിനസ് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ മിടുക്കനായ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ടാണല്ലോ BPL ഇലക്ട്രോണിക്സിനെ മുക്കിക്കൊന്നിട്ട് BPL ടെലികോമിനെ വളർത്തിയിട്ട്, സ്വന്തം സ്ഥാപനമായി അതിനെ വളർത്തിയിട്ട്, അതിനെ വിറ്റഴിച്ചിട്ട് വീണ്ടും ശതകോടികൾ സമ്പാദിച്ചു. അതിനെ SR ഗ്രൂപ്പിന് വിറ്റു. SR ഗ്രൂപ്പ് അത് ഹച്ചിന് വിറ്റു. ഹച്ച് അത് വോഡാഫോണിന് വിറ്റു. അതാണ് കച്ചവടം. അതിൽ നിന്ന് കോടികളാണ് രാജീവ് ചന്ദ്രശേഖർ സമ്പാദിച്ചത്. അതുകൊണ്ട് അദ്ദേഹം വേറെ ബിസിനസ് തുടങ്ങി. അദ്ദേഹം ചാനലുകൾ വാങ്ങി, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ചാനലുകൾ വാങ്ങി. അദ്ദേഹം മറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിച്ച് ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ബിസിനസ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, പിന്നെ ചാനൽ രംഗം, മാധ്യമരംഗം, അങ്ങനെ പല മേഖലയിൽ അദ്ദേഹം റിസോർട്ടുകൾ, ഇതിലൊക്കെ നിക്ഷേപിച്ചിട്ട് അദ്ദേഹം ബിസിനസ് വളരെ വിപുലമാക്കിക്കൊണ്ടിരുന്നു, കേരളത്തിനും പുറത്തും. അങ്ങനെ വളരെ വിജയിച്ച ഒരു ബിസിനസ്മാനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പിന്നെ അപ്പൊ കയ്യിൽ ഇഷ്ടംപോലെ പണം വന്നപ്പോൾ രാഷ്ട്രീയ മോഹം വന്നു. അപ്പൊ അങ്ങനെ ആദ്യം ദേവഗൌഡയെ കൂട്ടുപിടിച്ച് കർണാടകയിൽ നിന്ന് രാജ്യസഭ MP ആയി. പിന്നെ അദ്ദേഹം രാഷ്ട്രീയ കളി പിടിച്ചു. ആരുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായിട്ട് രാജ്യസഭയിലേക്ക് വീണ്ടും കർണാടക നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ടു. 6 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങനെ മറ്റ് പാർട്ടികളിലെ പല MLA-മാരെയും വിലയ്ക്ക് വാങ്ങി. എങ്ങനെ വിലയ്ക്ക് വാങ്ങിയെന്നറിയാമല്ലോ. കോടികൾ ഒഴുക്കിയിട്ട് മറ്റു പാർട്ടികളിലെ BJP, ജനതാദൾ, മറിച്ച് എല്ലാത്തിലെയും MLA-മാരെ വിലയ്ക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രനായിട്ട് ആരുടെയും പിന്തുണയില്ലാതെ രാജ്യസഭയിലെത്തിയ രണ്ടാമതെത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. മൂന്നാമത് അദ്ദേഹം BJP പാളയത്തിലെത്തി. BJP പിന്തുണയോടെ മൂന്നാമതും അദ്ദേഹം കേന്ദ്രത്തിൽ രാജ്യസഭ MP ആയി. അപ്പോഴാണ് നരേന്ദ്രമോദി രണ്ടാം ഗവൺമെന്റിൽ അദ്ദേഹത്തെ സഹമന്ത്രിയാക്കി നിയമിക്കുന്നത്. IT, നൈപുണ്യം തുടങ്ങിയ വകുപ്പുകൾ കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് അനുഭവ പരിചയമുള്ള മേഖലയായതുകൊണ്ട് ആ വകുപ്പുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് മോദി എടുത്തു. അപ്പം അന്ന് മോദി പറഞ്ഞു, ഇനിയിപ്പം മുണ്ടെടുത്ത് നടന്നാൽ മതി, പാൻ്റൊക്കെ ഊരിക്കളയാൻ പറഞ്ഞു. കാരണം ഇനി വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അവിടെയാണ് വളരെ ബുദ്ധിപരമായിട്ട് BJP കരുക്കൾ നീക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. മുൻ ഇലക്ഷനിൽ ശശി തരൂരിന് കിട്ടിയ 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം, 99,000 സംതിങ്, അത് ആ ഭൂരിപക്ഷം 16,000 കുറയ്ക്കാൻ, 1 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം ശശി തരൂരിന്റെ 16,000 കുറയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് സാധിച്ചു. 3.5 ലക്ഷത്തോളം വോട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പിടിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പം അദ്ദേഹത്തെ ഇവിടെ തമ്മിൽ തല്ലുന്ന ഇവിടുത്തെ BJP നേതാക്കൾക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യതയില്ലെന്നും ഒരു പുതിയ മുഖം അവതരിപ്പിക്കണമെന്നും ഗുജറാത്തിലും മധ്യപ്രദേശിലും പരീക്ഷിച്ച പരീക്ഷണം ഇവിടെയും ആകാമെന്നും BJPയുടെ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ മോദി അമിത്ഷാ സഖ്യം ദ്വയം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു വന്നത് നമ്മൾ രാജീവ് ചന്ദ്രശേഖരെ വില കുറച്ച് കാണരുത് എന്നുള്ളതുകൊണ്ട്. അദ്ദേഹം കുടുംബ ബിസിനസ് കൈയടക്കി, പിന്നെ തൻ്റെ ബിസിനസ് വളരെ വിപുലീകരിച്ചു, രാഷ്ട്രീയത്തിലേക്ക് വന്നു, 3 തവണ രാജ്യസഭാ MP, പിന്നെ കേന്ദ്രമന്ത്രി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലെ BJP അധ്യക്ഷനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ വില കുറച്ച് നമ്മൾ കാണേണ്ടതില്ല. അദ്ദേഹം ഇനി അടുത്ത 5 കൊല്ലം കേരളത്തിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നത്, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ, അടുത്ത കൊല്ലം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ NDA മുന്നണിയുടെ മുഖമായിട്ട് രാജീവ് ചന്ദ്രശേഖർ അവതരിക്കും. എന്ന് പറഞ്ഞാൽ NDA മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ കഴിഞ്ഞ തവണ ഈ മെട്രോമാൻ ശ്രീധരനെയാണ് അവതരിപ്പിച്ചത്. അത് പരാജയപ്പെട്ടു പോയി. അടുത്ത പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖരെ വെച്ചിട്ട് നിയമസഭാ ഇലക്ഷൻ നേരിടുക. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. ഇതിന് നഷ്ടം വരാൻ പോകുന്നത് CPM-നല്ല UDF-നായിരിക്കും, LDF-നല്ല UDF-നായിരിക്കും. UDF-ന്റെ മൃദു ഹിന്ദുത്വ വോട്ട് ബാങ്ക് BJP-യിലേക്ക് കുറേശ്ശെ ഫലത്തിൽ UDF-നാണ് നഷ്ടം വരാൻ പോകുന്നത്. LDF-ന് കാര്യമായ വെല്ലുവിളിയൊന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല.
മൂന്നാം തവണയും LDF ഈ ഒരു സാഹചര്യത്തിൽ പോയാൽ കേരളത്തിൽ അധികാരത്തിൽ മൂന്നാം തവണയും വരും എന്ന സാഹചര്യമാണുള്ളത്. BJP കുറച്ച് അസംബ്ലി സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നമാണ് ചെയ്യാൻ പോകുന്നത്. മുമ്പൊരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഇല്ലാണ്ടായി. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളെങ്കിലും കൈയടക്കാൻ വിജയിച്ചു വരാനുള്ള അശ്രാന്ത അജണ്ട പരിശ്രമമായിരിക്കും BJP ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വരവ് ഏഷ്യാനെറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൽ ഇനി രാജീവ് സ്തുതി മാത്രമായിരിക്കും. അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഗതികേട് മത്സരിച്ചിനി രാജീവ് ചന്ദ്രശേഖരെ പുകഴ്ത്തേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മഹാകുംഭമേളയെ പറ്റി വിമർശനാത്മകമായിട്ട് പ്രോഗ്രാം ചെയ്ത എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിന് പണി കിട്ടിയല്ലോ. പരസ്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ മുതലാളി തന്നെ, ഉടമ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം പരിപാടിയെ ഞാൻ അംഗീകരിക്കുന്നില്ല, കുംഭമേളയെ ആക്ഷേപിച്ചു, ഞാൻ പങ്കെടുത്ത കുംഭമേളയാണ്, ഇത്തരം ജേർണലിസം നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖർ. അത് ഏഷ്യാനെറ്റിലെ ജേർണലിസ്റ്റുകൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇനിയിപ്പോൾ വാഴ്ത്തുകാലമായിരിക്കും ഏഷ്യാനെറ്റിൽ. രാജീവ് ചന്ദ്രശേഖരെയും BJPയെയും വാഴ്ത്തുന്ന ഒരു ചാനലായിട്ട്, ജനത്തിനോട് തന്നെ മത്സരിക്കുന്ന ഒരു ചാനലായിട്ട് ഏഷ്യാനെറ്റ് മാറുകയാണ്. ആരോട് മത്സരിക്കുന്നു? സംഘികളുടെ ചാനലായ, ഔദ്യോഗിക ചാനലായ ജനൻ TVയോട് മത്സരിച്ച് അതിനേക്കാൾ വലിയ ഭക്തി, ഈ പറയുന്ന സ്തുതി ഞങ്ങൾ കാണിച്ചിരുന്നു പറഞ്ഞിട്ട് ജനത്തോടാണ് ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് മത്സരിക്കേണ്ടി വരിക. അത്തരം വാർത്തകൾ ഇനി നേരോടെ നിരന്തരം ഇങ്ങനെ സ്തുതി പറയേണ്ടി വരും. അല്ലാതെ മുന്നോട്ട് പോകാൻ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് BJPയെ ഒന്നുണർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത 5 കൊല്ലം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് BJPയുടെ മുഖമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. അടുത്ത ഇലക്ഷനിലും അത് തന്നെ. നഷ്ടം UDFനായിരിക്കും. അത് UDF ആലോചിച്ചാൽ, കോൺഗ്രസ് ആലോചിച്ചാൽ അവർക്ക് കൊള്ളാം. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.